വികസനത്തിന്റെ പുതിയ മാതൃകയാണ് കരുനാഗപ്പള്ളി 16-ാം ഡിവിഷൻ. സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവിടുത്തെ കൗൺസിലർ ശാലിനി രാജീവൻ ശ്രദ്ധേയയായത്. വികസന നേട്ടങ്ങളുടെ ഒരു നീണ്ട നിരയാണ് കരുനാഗപ്പള്ളി 16-ാം ഡിവിഷനിലെ കൗൺസിലർ ശാലിനി രാജീവൻ നിരത്തുന്നത്. അധികാരത്തിന്റെ അപ്രമാദിത്വവും ദുരുപയോഗവും ഒക്കെ കണ്ടുമടുത്ത നാട്ടുകാർ ഒരു മാറ്റം ആഗ്രഹിച്ചു. അങ്ങനെ ശാലിനിയെ കൗൺസിലറായി തെരഞ്ഞെടുത്തു. അവരുടെ ആഗ്രഹം പോലെ തന്നെ ശാലിനി പ്രവർത്തിച്ചു. 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശാലിനി നടത്തിയത്. വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ ഏറ്റവും വലിയ നേട്ടം. ഭവനരഹിതരായ മുഴുവൻ ആൾക്കാരെയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകി. സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ഭാഗമായി അർഹരായ എല്ലാവർക്കും ടോയ്ലറ്റുകൾ നൽകി. ഭവനഭൂരഹിതരായ മുഴുവൻ ആൾക്കാരെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. വാർഡുകളിലെ മുഴുവൻ റോഡുകളും പുനർനിർമ്മിച്ച് പുതിയ റോഡുകൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്ത് ഒട്ടനവധി ആധുനിക പദ്ധതികളും നൂതന ആശയങ്ങളുമാണ് വീണ്ടും ഞങ്ങൾ മത്സരിക്കുന്നത്. ആരാധ്യനായ പ്രധാനമന്ത്രി ജനനന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യമിട്ട പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് NDA സ്ഥാനാർത്ഥിയായ എൻ്റെ ലക്ഷ്യം. അത് പൂർണ്ണ വിജയത്തോടെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷവും വീണ്ടും മത്സരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ നാടിന്റെ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ശാലിനി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുകയാണ്. വോട്ടർമാർ തന്നിലർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് പ്രവർത്തിച്ച ശാലിനിയും ഇത്തവണയും ശുഭപ്രതീക്ഷയിലാണ്. ജനം, കൊല്ലം.